ഇപ്പം ബ്രേക്കപ്പ് ആയാലും ഡിവോഴ്സ് ആയാലും പണ്ടത്തെ ആ മെമ്മറീസിൽ നിന്നും അയാളുടെ ഓർമ്മകളിൽ നിന്നൊക്കെ അതിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് മൂവ് ഓൺ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. അപ്പം എങ്ങനെ ബെറ്റർ, അതായത് ഈസിയർ ആയിട്ട് മൂവ് ഓൺ ചെയ്യാം എന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മളിവിടെ ആ ഒരു സ്ഥലത്ത് നമ്മൾ ഫിക്സ് ആവാൻ കാരണം നമ്മുടെ ഉള്ളിലെ ചെറിയ ഹോപ്പാണ്. നമ്മൾ അംഗീകരിക്കില്ല ഇത് കഴിഞ്ഞു എന്നുള്ള കാര്യം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ആക്സെപ്റ്റൻസ് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഈ റിലേഷൻ കഴിഞ്ഞു, തീർന്നു, ഹോപ്പ് കുറക്കുക. രണ്ടാമത്തേത്, നമ്മൾക്ക് ഉള്ള ട്രിഗേഴ്സ്, ഒരു പക്ഷേ അവരുടെ ആ മെമ്മറീസ് കൊണ്ടുവരുന്ന പാട്ടുകളുണ്ടാവും, ആ പ്ലേസസ് ഉണ്ടാവും. അപ്പോൾ ആ പ്ലേസസ് റീവിസിറ്റ് ചെയ്യാണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുക. അതേപോലെ ഫ്രീക്വൻ്റ്ലി സോഷ്യൽ മീഡിയയിൽ അവരെ സ്റ്റോക്ക് ചെയ്യുക, ഫോട്ടോസ് എടുത്ത് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മുടെ ഇമോഷൻസ് സപ്രസ് ചെയ്യാൻ ശ്രമിക്കും. ഒരിക്കലും അത് ചെയ്യരുത്. നമ്മുടെ ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യുക, എങ്കിൽ മാത്രമേ അവിടെ ഒരു പ്രോപ്പർ ഹീലിംഗ് നടക്കുകയുള്ളൂ. അതേപോലെ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യുക ആ ആളിലോട്ടാണ്, നഷ്ടപ്പെട്ട ആളിലോട്ട്, ആ മെമ്മറീസിലോട്ട്. നമ്മൾ തിരിച്ച് നമ്മുടെ ഫോക്കസ് നമ്മുടെ ഇൻവേർഡ് ഉള്ളിലോട്ട് നോക്കുക. നമ്മൾ എല്ലാ സമാധാനവും സന്തോഷവും ഒക്കെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും നമ്മൾ സെൽഫ് പണിഷ് ചെയ്യേണ്ടതോ സെൽഫ് ബ്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, ഇനി അത് ആക്സെപ്റ്റ് ചെയ്യുക, ഫർദർ മുന്നോട്ട് പോവുക എന്നുള്ളൊരു സ്റ്റേജിലോട്ട് വൺസ് നമ്മൾ എത്തുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു മൂവ് ഓൺ ജേർണി കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതേപോലെ നമ്മൾ കൂടുതൽ അടുപ്പമുള്ള ആളുകൾ, അതായത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ, ബെറ്റർ കമ്പനി ചൂസ് ചെയ്യുക, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ പുതിയ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി പഠിക്കാൻ നോക്കുക. എന്തെങ്കിലും ഹോബി ആയാലും പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ആ ഒരു പാസ്റ്റ് മെമ്മറീസിൽ സ്റ്റക്ക് ഓൺ ചെയ്യുന്ന കാര്യം നമുക്ക് കുറച്ചും കൂടി ആ ഒരു മുന്നോട്ടുള്ള ജേർണി ഈസിയർ ആയിരിക്കും. അതേപോലെ നമ്മൾ തിരിച്ച് ചിന്തിക്കുക. എപ്പോഴും നമ്മൾ ഈ ഒരു ബ്രേക്കപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അയ്യോ എനിക്ക് അവൻ നഷ്ടപ്പെട്ടു, അവൾ എന്നെ വിട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ റിലേഷൻ കൊണ്ട് ഞാൻ എന്താ പഠിച്ചത് എന്നുള്ള രീതിയിൽ ഒന്ന് മാറ്റി ചിന്തിച്ച് നോക്കുക. അത് നിങ്ങളുടെ ഓവറോൾ തോട്ട് പ്രോസസ്സും ഓവറോൾ ഹീലിങ്ങിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇനി എല്ലാത്തിലും ഉപരി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഹീലിംഗ് അല്ലെങ്കിൽ മൂവ് ഓൺ എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അത് സമയമെടുക്കുന്ന പ്രോസസ്സ് തന്നെയാണ്. ഒരു ഇച്ചിരി ക്ഷമ വേണം. പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനും പുതിയ ലൈഫിലോട്ട് വരാനും സാധിക്കും. താങ്ക് യു.